മുംബൈ നഗരത്തിൽ നിന്നും പുറത്തു വന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് വായനക്കാരുടെ ശ്രദ്ധ തിരിക്കുന്നത്. നഗരത്തിലെ ഒരു ഗ്രൂപ്പ് ഹോട്ടലുകളിൽ മാംസത്തിൽ ചേർത്ത മനുഷ്യ മാംസം കണ്ടെത്തി. മുംബൈ നഗരത്തെ പിടിച്ചുകുലുക്കിയ ഈ വാർത്തയിലൂടെ വൻ തട്ടിപ്പ് സംഘമാണ് വെട്ടിലായത്. നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു ഹോട്ടലിലെ ഫ്രീസറിൽ നിന്നും മാംസങ്ങൾക്കിടയിൽ നിന്നും അന്വേഷകർ കണ്ടെത്തിയത് മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ. മുംബൈ ഡയറി എന്ന ന്യൂസ് ചാനലാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ആക്സിഡന്റിൽ മരിക്കുന്ന അനാഥ മൃതദേഹങ്ങളും സെമിത്തേരിയിൽ നിന്നും മോഷ്ടിക്കുന്ന ശവങ്ങളും ഇറച്ചിയായി ഹോട്ടലുകളിലെത്തുന്ന ക്രൂരതയാണ് കണ്ടത്. നഗരത്തിൽ നിന്ന് കാണാതായവരെ കുറിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. വാർത്തകൾ വിശദമായി. മുംബൈ നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകളിൽ വിഭവങ്ങളിൽ രുചി കൂട്ടാൻ വേണ്ടിയാണ് മനുഷ്യമാംസം ചേർത്തതെന്ന് വാർത്ത ചാനൽ ബ്രേക്കിംഗ് ന്യൂസായി കൊടുത്തു. ഇത് കണ്ട മുംബൈ നഗരം ഞെട്ടി. ആ സമയം സ്റ്റാർ ഹോട്ടലുകളിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന പലരുടെയും തൊണ്ടയിൽ കുടുങ്ങിയ പോലെ ചിലർ ഛർദിച്ചു. കുൽക്കർണി കിച്ചൺ എന്ന വൻകിട ഹോട്ടലിന്റെ ഫ്രീസറിൽ നിന്നാണ് റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥന്മാർ മനുഷ്യമാംസം കണ്ടെത്തിയത്. കുൽക്കർണി ഗ്രൂപ്പിന് വിവിധ സ്ഥലങ്ങളിൽ ഹോട്ടൽ ശൃംഖലയുണ്ട്. ആക്സിഡന്റിൽ മരിക്കുന്ന അനാഥ മൃതദേഹങ്ങളും സെമിത്തേരിയിൽ നിന്നും മോഷ്ടിക്കുന്ന ശവങ്ങളും വെട്ടിനുറുക്കി രുചികരമായ വിഭവങ്ങളാക്കി മാറ്റുന്ന ക്രൂരതയാണ് കാണപ്പെട്ടത്. ആടിന്റെയും കോഴിയുടെയും മാംസം കഴിക്കുമ്പോൾ രുചി കൂട്ടാനായി അതിനോടൊപ്പം മനുഷ്യമാംസവും ചേർക്കുന്നു. പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു മാഫിയ സംഘമാണ്. അനാഥാലയങ്ങളിൽ നിന്നും ഇതിനകം നിരവധി പേരെ കാണാതായിട്ടുണ്ട്. അവരെങ്ങോട്ട് പോയി കണ്ടെത്താനായിട്ടില്ല. വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന മീറ്റ് പാക്കറ്റുകളിൽ പോലും മനുഷ്യമാംസം അടങ്ങിയിട്ടുണ്ടെന്ന കണ്ടെത്തൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ട് എന്നും വാർത്തയിൽ പറയുന്നു. വാർത്ത പുറത്തുവിട്ട മുംബൈ ഡയറിയുടെ റിപ്പോർട്ടർ തയ്യാറാക്കിയ സ്വന്തം ലേഖകൻ ആരാണെന്ന് പുറത്തുവിട്ടിട്ടില്ല. തെളിവുകൾ സഹിതമാണ് വാർത്ത പ്രക്ഷേപണം ചെയ്തത്. ഇനി എന്ത് വിശ്വസിച്ചാണ് ജനങ്ങൾ ഹോട്ടൽ ഭക്ഷണം കഴിക്കുക? ഈ ക്രൂരതയ്ക്ക് പിന്നിലുള്ള അന്താരാഷ്ട്ര ബന്ധമുള്ള ആളുകളാണെന്ന് സംശയിക്കപ്പെടുന്നു. ഇത്തരം മാഫിയകളെ കണ്ടെത്താൻ ചാനൽ വാർത്തയ്ക്ക് കഴിയും എന്ന് പ്രത്യാശിക്കുന്നു.